മാരുതി സുസുക്കി SX4 പെട്രോൾ വണ്ടി 2010 മോഡൽ വണ്ടിയാണ്. അപ്പോൾ വണ്ടി ക്ലച്ച് കുറവ്, ക്ലച്ച് പെടൽ താഴ്ന്നിട്ടാന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ വണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതാ ഗിയർ ബോക്സ് ഒക്കെ അയച്ച് ഡീസൽ വണ്ടിയുടെ പോലെ തന്നെ റിലീസ് ബെയറിംഗ് വിത്ത് സ്ലേവ് സിലിണ്ടറാണ് വരുന്നത്. നമ്മളിതാ പുതിയത് മാറ്റിയിട്ടിട്ടുണ്ട്. ക്ലച്ച് ഡിസ്ക് ഏകദേശം ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ആ ഗ്രിപ്പൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ ലൈൻസൊക്കെ ചില ഭാഗത്തൊന്നും ഇല്ല, കണ്ട ചില ഭാഗത്തൊന്നും കാണാനില്ല. ഇത് പുഷ് പ്ലേറ്റ് സൈഡ്, ഇതാണ് ഫ്ലൈ വീൽ സൈഡും ചില സ്ഥലത്തൊക്കെ റിവറ്റിങ്ങനെ പുറത്ത് വരുന്നുണ്ട്. ക്വാളിറ്റിയിലായിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. ഓക്കെ, പ്രഷർ പ്ലേറ്റ് ഈ ഒരു ടൈപ്പാണ് വരുന്നുണ്ടോ സാധനമാണത്. ഒരു ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രഷർ പ്ലേറ്റിൻ്റെ ഒപ്പം ക്ലച്ച് ഡിസ്ക് മാറുന്നതിൻ്റെ ഒപ്പം തന്നെ റിലീസ് ബെയറിംഗ് വിത്ത് സ്ലേവ് സിലിണ്ടർ ഈ ടൈപ്പാണെങ്കിൽ, ഹൈഡ്രോളിക് ഓപ്പറേഷൻ ആണെങ്കിൽ ഇതും കൂടി മാറണം. അതുപോലെ ഫ്ലൈ വീലിൻ്റെ ബെയറിംഗ് ഇതും കൂടി മാറണം. ഓക്കെ, നമ്മളിപ്പോൾ റിലീസ് ബെയറിംഗ് വിത്ത് സ്ലേവ് സിലിണ്ടർ മാറിയിട്ടുണ്ട്. ഇനി ക്ലച്ച് ഡിസ്കും ഇതും മാറാനുണ്ട്. പുതിയ ക്ലച്ച് സെറ്റ് പ്രഷർ പ്ലേറ്റ് വാല്യൂ എന്നുള്ള കമ്പനിയാണ് കേട്ടോ, മെയ്ഡ് ഇൻ കൊറിയ. അപ്പോൾ നമ്മൾ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും കൂടി എല്ലാം സെറ്റാക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് അലൈനാക്കി പിടിച്ചിട്ടുണ്ട്. പുതിയ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റ് വാല്യൂ എന്നുള്ള കമ്പനിയുടെ ക്ലച്ച് ഡിസ്ക്കാണ്. അതുപോലെ പ്രഷർ പ്ലേറ്റും പഴയ മോഡൽ CK എന്നുള്ള കമ്പനിയുടെ ഇതാണ്ട. ക്ലച്ച് ഡിസ്ക് അതുപോലെ പ്രഷർ പ്ലേറ്റ്, സ്ലേവ് സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിംഗ്, അതുപോലെ ഫ്ലൈ വീൽ ബെയറിംഗ്. അതാണ് ഇപ്പോൾ പുതിയ നമ്മളിതാ സ്ലേവ് സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിംഗ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും കയറ്റിയിട്ടുണ്ടോ. വാല്യൂ എന്നുള്ള കമ്പനിയുടെ ക്ലച്ച് ഡിസ്ക് വരുന്നുണ്ടോ പുതിയത്. പ്രഷർ പ്ലേറ്റും സെയിം കമ്പനി ഇതിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് കയറ്റിയിട്ട് ഒന്ന് ഫിറ്റാകാം.